ഈ കഥ ആരംഭിക്കുമ്പം ഒരു ഫാമിലിനെയാണ് കാണിക്കുന്നത്. ഇവരാണ് നമ്മുടെ ഹീറോസ്. നായകന്റെ പേര് ആൻഡ്രൂ, ഇവനെ ആൻഡി എന്നാണ് വിളിക്കുന്നത്. നായികയുടെ പേര് വിക്ടോറിയ, ഇവളെ വിക്കി എന്നാണ് വിളിക്കുന്നത്. അവർക്കൊരു ചെറിയ കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്. ചാർലി എന്നാണ് അവളുടെ പേര്. ഇന്നിപ്പം വിക്കി ചാർലിനെ അവളുടെ തൊട്ടിലേക്ക് കിടത്തിയിട്ട് അവർ ഉറങ്ങാൻ വേണ്ടി പോയി. എന്നാൽ ആ തൊട്ടിലിന്റെ മുകളിലായിട്ട് ഒരു കളിപ്പാട്ടം അങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. കുഞ്ഞിപ്പോൾ അതിലേക്ക് തന്നെയാണ് നോക്കുന്നത്. അങ്ങനെ കുഞ്ഞ് അതിലേക്ക് നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് ആ കളിപ്പാട്ടത്തിന്റെ ആ കെട്ടറ്റുപോയി. മാത്രമല്ല ആ റൂമിലായിട്ട് പല ഭാഗങ്ങളിൽ പൂക്കൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ തീ പിടിച്ചു. ഇതേസമയം ആന്റിയും വിക്കും റൂമിലേക്ക് കയറാൻ തുടങ്ങായിരുന്നു. അതിനിടയിലാണ് ചാർലിയുടെ റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ആന്റി അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ആ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. തൊട്ടിലിന് തീ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ വേഗം ചെന്നിട്ട് കുഞ്ഞിനങ്ങ് എടുത്തു. എന്നാൽ ഈ സമയത്താണ് കുഞ്ഞിന്റെ തലയിലും തീ പിടിക്കുന്നത്. അത് കണ്ട് അവനാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. ഇതൊരു സ്വപ്നമായിരുന്നു. ഈ സ്വപ്നം കണ്ടുകൊണ്ടാണ് ആന്റി ഇപ്പം ഞെട്ടി എഴുന്നേക്കുന്നത്. അവൻ നോക്കുമ്പോൾ വിക്കി അവന്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ കുഞ്ഞിന്റെ റൂമിലേക്ക് പോവാണ്. എന്നാൽ ഇപ്പം ചാർലി കുഞ്ഞല്ല, അവൾ വളർന്നു വലുതായിട്ടുണ്ട്. എന്നാൽ ആന്റി റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളിങ്ങനെ ഒരു ലൈറ്ററും കത്തിച്ചുകൊണ്ട് ഒരു ടേബിളിൽ ഇരിക്കുകയാണ്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഞാനൊരു പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടു എന്നാണ്. ഈ സമയം ആന്റി പറയുന്നത് ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു ചീത്ത സ്വപ്നം. അതുകൊണ്ടാണ് ഞാനും ഇങ്ങോട്ട് പോകുന്നത്. ആട്ടെ, എന്താണ് മോളുടെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ടേബിളിലേക്ക് ഇരുന്നു. ഈ സമയം അവൾ പറയുന്നത് എന്റെ ശരീരത്തിന് എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ട്, എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അതേക്കുമ്പോൾ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിനക്ക് വരുമെന്ന്. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. നിന്റെ മുമ്പിൽ എന്താണോ ഉള്ളത് അതിൻ്റെയൊക്കെ പേര് മനസ്സിലിങ്ങനെ പറയാം. അങ്ങനെ വരുമ്പോൾ നിന്റെ കോൺസെൻട്രേഷൻ അതിലേക്ക് മാറും. ഇപ്പം നീ ഈ റൂമിൽ കണ്ടില്ലേ, ചുമരിലായിട്ട് പിക്ചേഴ്സ് ഉണ്ട്, പിന്നെ കുറെ പൂക്കളുണ്ട്. ആ പേരുകളൊക്കെ മനസ്സിലിങ്ങനെ ഉരുട്ടോണ്ടേയിരിക്കുക. അപ്പം നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും എന്നാണ് ആന്റി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഉറക്കമൊക്കെ പോയിട്ട് വിക്കും അങ്ങോട്ട് എത്തി. എന്തായാലും നേരം വെളുക്കാനായി, ഇനിയിപ്പോൾ കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഇനി കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതിലൊരു ഡോക്ടർ ആന്റിയുടെ അടുത്തും വിക്കിയുടെ അടുത്തും ഒരു പരീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അതായത് അവർ ഈ പരീക്ഷണത്തിൽ അറ്റൻഡ് ചെയ്താൽ അവർക്ക് സൂപ്പർ പവർ കിട്ടും. അവരാണെങ്കിൽ ഇതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ പരീക്ഷണം നടത്തി. വേറെയും കുറെ ആൾക്കാരുടെ ശരീരത്തിൽ ഈ പരീക്ഷണം നടത്തുന്നുണ്ട്. എന്നാൽ അതിൽ കുറെ ആൾക്കാർ മരിച്ചുപോയി. പക്ഷേ ഈ ആന്റിക്കും വിക്കിക്കും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ആ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ ഒരു ലേഡി ആന്റിയെ കാണാൻ വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഈ സിഗരറ്റിന് ഭയങ്കര അഡിക്റ്റ് ആണ്. അവൾക്ക് ആ ദുശീലം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ആന്റി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവളിപ്പോൾ ഇവനെ കാണാൻ വന്നിരിക്കുന്നത്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിയുടെ ഒരു സെഷന് $100 അവൻ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവള് പറയുന്നത് എന്തായാലും ഇപ്പം എൻ്റെ ഈ അഡിക്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു 6-7 സെഷൻ നിങ്ങളുടെ കൂടെ ഇരിക്കണമല്ലോ. പക്ഷെ $100 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല എന്നാണ് അവള് പറയുന്നത്. അതേക്കുന്ന ആന്റി പറയുന്നത് അങ്ങനെ 5-6 സെഷനൊന്നുമില്ല, ഈ ഒരൊറ്റ സെഷനിൽ തന്നെ നിങ്ങൾ അഡിക്ഷൻ ഞാൻ മാറ്റിത്തരാം എന്നാണ് ആന്റി പറയുന്നത്. അതേക്കുമ്പോൾ അവൾക്ക് അത്ഭുതമായി. അതെങ്ങനെ ഒറ്റ സെഷനിൽ എൻ്റെ അഡിക്ഷൻ നിങ്ങൾ മാറ്റും? അതൊരു മാജിക് ആണ്, നീ എൻ്റെ കണ്ണിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരുന്നാൽ മതി എന്നാണ് അവൻ പറയുന്നത്. അതിനെ തുടർന്ന് അവളിപ്പം അവന്റെ കണ്ണിലേക്ക് തന്നെ അങ്ങനെ നോക്കുകയാണ്. നേരത്തെ കാണിച്ച ആ പരീക്ഷണം ഉണ്ടല്ലോ, അതിൽ ഇവനൊരു സൂപ്പർ പവർ കിട്ടി. അതിന് ടെലിപ്പതി എന്നാണ് പറയുന്നത്. അതായത് ഇവൻ ഒരാളുടെ മനസ്സിലെ പല കാര്യങ്ങളും മാറ്റാൻ പറ്റും, പുഷ് ചെയ്യുക എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ അവനിപ്പം അവളുടെ കണ്ണിലേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു മാറ്റം വരികയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും അത്ഭുതമായി. എനിക്കിപ്പോൾ മറ്റെന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, വല്ലാത്തൊരു പോസിറ്റിവിറ്റി. സിഗരറ്റിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല എന്നൊക്കെ വളരെ സന്തോഷത്തോടെ പറഞ്ഞിട്ട് അവന് കാശും കൊടുത്തിട്ട് അവൾ അവിടുന്ന് പോയി. എന്നാൽ അവൾ പോയി കഴിയുമ്പോഴാണ് അവനൊരു പണി കിട്ടുന്നത്. അതായത് ഇത്രയും നേരം അവനൊരു സ്ട്രെസ് എടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ചാർലി ഇപ്പം അവളുടെ സ്കൂളിലിരിക്കുകയാണ്. ഇന്ന് അവർക്ക് ലാബായിരുന്നു. ഒരു തവളയെ ഡിസെക്ഷൻ ചെയ്യണം, അതാണ് അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവൾ തവളയെ കട്ട് ചെയ്തപ്പം അത് ശരിയായില്ല. ഈ സമയം തന്നെ അവളുടെ അടുത്തായിട്ട് ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. അവൾ തെറ്റിച്ച തവളയെ കട്ട് ചെയ്ത് കാണുമ്പോൾ അവൻ അവളെ കളിയാക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവൾക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്താണ് ടീച്ചർ അങ്ങോട്ട് വരുന്നത്. ടീച്ചർ അവളോട് പറയുന്നത് നീ ഈ തവളയെ ഡിസെക്ട് ചെയ്തിരിക്കുന്നത് ശരിയായിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ ഡിസെക്ട് ചെയ്യേണ്ടതെന്ന് പഠിക്കുക, അതിനുശേഷം നീ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് ടീച്ചർ പറയുന്നത്. വളരെ സ്നേഹത്തോടെയാണ് അവർ ആ കാര്യം പറയുന്നത്. എന്നാൽ ചാർലി പറയുന്നത് അതിന് എൻ്റെ വീട്ടിൽ വൈഫൈയും ഫോണൊന്നും ഇല്ല എന്നാണ്. ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ലൈബ്രറി ഉപയോഗിച്ചോ, അവിടെ ഉണ്ടല്ലോ വൈഫൈ. അതേക്കുന്ന ചാർലി പറയുന്നത് കുട്ടികൾ ഒരുപാട് നേരം സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ടീച്ചർ പറയുന്നത് അങ്ങനെ ഒരുപാട് നേരം ഒന്നും ഇരിക്കണ്ട, കുറച്ച് സമയം ഇരുന്നാൽ മതി, അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നും പറ്റത്തില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. അത്രയും പറഞ്ഞിട്ട് ടീച്ചർ അപ്പുറത്തേക്ക് പോയി. എന്നാൽ ഈ സമയം ആ പയ്യനാണെങ്കിൽ വീണ്ടും അവളെ കളിയാക്കാൻ തുടങ്ങി. അവനിപ്പോൾ അവളെ വിളിക്കുന്നത് വിയേഡോ എന്നാണ്, അതായത് വിചിത്രമായ പെൺകുട്ടി. ഈ വിയേഡോ എന്നുള്ള പേരും കൂടെ കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാണ്ട് ദേഷ്യം വരാൻ തുടങ്ങി. ആ ദേഷ്യം അവൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മറ്റു പലതുമാണ്. ആ കാര്യമൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ആ ഐഡിയ പ്രയോഗിക്കുകയാണ്. അവൾ അവിടെയുള്ള സാധനങ്ങളുടെ പേരൊക്കെ മനസ്സിലിങ്ങനെ പറയാൻ തുടങ്ങി. അതോടുകൂടെ അവളിപ്പോൾ നോർമലാവുകയും ചെയ്തു. അങ്ങനെ സമയം വൈകുന്നേരമായി. ചാർലി ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. അവൾ അവളുടെ റൂമിൽ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് വിക്കി അങ്ങോട്ട് വരുന്നത്.
എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, എന്തിനാണ് അമ്മ എന്നെ സ്കൂളിൽ വിടുന്നത്, എനിക്ക് അവിടെ പോകാൻ ഒരു ഇഷ്ടവുമില്ല, പിന്നെ നിങ്ങൾക്ക് ഇവിടെ എനിക്കൊരു വൈഫൈ എടുത്തു തന്നൂടെ എന്നൊക്കെയാണ് അവളുടെ ചോദ്യം. അതേക്കുന്ന വിക്കി പറയുന്നത്, മോളെ വൈഫൈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാസം അതിന് പൈസ കൊടുക്കണം, മാത്രമല്ല പിന്നെ ഫോൺ മേടിക്കേണ്ടി വരും, കമ്പ്യൂട്ടർ മേടിക്കേണ്ടി വരും, ഇതിനൊന്നും കൊടുക്കാൻ പൈസ നിന്റെ അച്ഛൻ്റെ അടുത്തില്ല, അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് വിക്കി പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത നിരാശയായി. ഈ സമയം സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ആ പയ്യൻ അവളെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ അവളുടെ കൺട്രോൾ വിട്ടുപോയത്. ആ കാര്യം അവൾ പറയുമ്പോൾ വിക്കി ആണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചിങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. നിനക്ക് നിന്റെ ദേഷ്യമൊക്കെ അടക്കി നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളോട് സംസാരിച്ചതിന് ശേഷം വിക്കി നേരെ പോകുന്ന ആന്റിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവളിപ്പോൾ ആന്റിയുടെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ പോയി ശരിയാവത്തില്ല, ചാർലിയുടെ ശരീരത്തിൽ നിന്നും ആ പവർ വെളിയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അവൾക്കാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല, പക്ഷെ അവൾക്ക് പവർ ഉണ്ട് എന്ന കാര്യം അവൾക്ക് അറിയാം, അതുകൊണ്ട് ആ പവർ ഉപയോഗിക്കാൻ അവളെ ട്രെയിൻ ചെയ്യണം. എപ്പോഴാണ് അവളെ പിടിക്കാൻ വരുന്നത് എന്ന കാര്യം നമുക്ക് അറിയത്തില്ല. ഇപ്പം നമ്മൾ അവളെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ പിടിക്കാൻ വരുമ്പോൾ ആ സമയത്ത് അത് അവൾക്ക് സഹായമാവും എന്നൊക്കെയാണ് വിക്കി പറയുന്നത്. എന്നാൽ ആന്റി അതിന് സമ്മതിക്കുന്നില്ല. നമ്മൾ അവളെ ട്രെയിൻ ചെയ്യല്ല വേണ്ടത്, നമ്മൾ അവളെ പ്രൊട്ടക്ട് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ അവളെ ട്രെയിൻ ചെയ്ത് അവളുടെ പവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഡേഞ്ചറസ് ആവും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവളുടെ പവർ ഹിഡൻ ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നാണ് ആന്റി പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ചാർലി ഇപ്പോൾ സ്കൂളിലാണ്. അവൾ പിള്ളേരുടെ കൂടെ അവിടെ നിന്നിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിലാണ് നമ്മൾ നേരത്തെ കണ്ട ചെക്കനുണ്ടല്ലോ, അവൻ ആ ബോൾ എടുത്തിട്ട് അവളുടെ തലയ്ക്കൊരു ഏറ് കൊടുക്കുന്നത്. അവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ വേദനിച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാണ്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാണ് എന്ന കാര്യം അവൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവൾ വേഗം ബാത്റൂമിലേക്ക് ഓടാണ്. എന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ പൈപ്പൊക്കെ ഓണാക്കിയിട്ടു. ഈ സമയമാകുമ്പോഴേക്കും അവിടെ അന്വേഷിച്ചിട്ട് ടീച്ചർ അങ്ങോട്ടെത്തി. എന്നാൽ ടീച്ചർ നോക്കുമ്പോൾ ചാർലി അവിടുത്തെ ടോയ്ലറ്റിനകത്തിരിക്കുകയാണ്. മാത്രമല്ല ആ വാഷ് ബേസിനൊക്കെ ഓണായിട്ടുണ്ട്, അതിൽ നിന്നും പുക വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചാർലിയുടെ സൂപ്പർ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പൈറോകൈനസിസ് എന്നാണ് പറയുന്നത്. അതായത് അവൾക്ക് മൈൻഡ് കൊണ്ട് തീ ഉണ്ടാക്കാൻ പറ്റും, മാത്രമല്ല അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. എന്നാൽ ഈ കാര്യമൊന്നും വേറെ ആർക്കും അറിയത്തില്ലല്ലോ. ഇപ്പോൾ അവിടുന്ന് പുക വരുന്ന കാണുമ്പോൾ ടീച്ചർക്ക് ചെറുതായിട്ട് പേടിയായി. അങ്ങനെ അവൾ പതുക്കെ അകത്തേക്ക് കയറിയിട്ട് ചാർലി വിളിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ബാത്റൂമിൽ നിന്നൊരു പൊട്ടിത്തെറി നടക്കുന്നത്. വല്ലാത്തൊരു തീ ഇപ്പോൾ വെളിയിലേക്ക് വന്നു. അങ്ങനെ തീ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ചാർലിയും പുറത്തേക്ക് വന്നു. എന്നാൽ അവൾക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ കണ്ട് ടീച്ചറാണെങ്കിൽ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയിച്ചതിനെ തുടർന്ന് പോലീസുകാർ അങ്ങോട്ടെത്തി. ഇപ്പൊ ചാർലിയുടെ അച്ഛനും അമ്മയും പ്രിൻസിപ്പൽ റൂമിലിരിക്കുകയാണ്. ആ ടീച്ചർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രിൻസിപ്പൾ അവരോട് ചോദിക്കുന്നത്, ഇതിനു മുമ്പ് ചാർലി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ, അല്ല എന്ത് വെച്ചിട്ടാണ് അവൾ ആ പൊട്ടിത്തെറി നടത്തിയത് എന്നൊക്കെയാണ് ടീച്ചറുടെ ചോദ്യം. എന്നാൽ വിക്കിയും ആന്റിയും അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അത് കാണുമ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നില്ലെങ്കിൽ പറയണ്ട, പക്ഷെ പോലീസുകാർ ഉറപ്പായിട്ടും ഈ കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കും. കാരണം അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അവരോട് എന്തായാലും നിങ്ങളിത് പറയേണ്ടി വരും എന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. അതെല്ലാം കേട്ട് ആന്റിയും വിക്കിയും ശരിക്കും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ഉടനെ തന്നെ അവരുടെ വീട്ടിലേക്ക് എത്തി. രണ്ടുപേരും നല്ല ടെൻഷനിലാണ്. ഈ സമയം ആന്റി പറയുന്നത്, ഇപ്പൊ ചാർലിയുടെ കാര്യം അവൾ എക്സ്പോസ് ആയിട്ടുണ്ട്, ഉടനെ തന്നെ അവർ ഇവളെ അന്വേഷിച്ചെത്തും, അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് ചാർലി ഇപ്പം അങ്ങോട്ട് വന്നു. ആരാണ് എന്നെ പിടിക്കാൻ വരുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അവളെല്ലാം കേട്ടെന്ന് മനസ്സിലാവുമ്പോൾ വിക്കി വേഗം ചാർലിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവൾ ചില കാര്യങ്ങളൊക്കെ ചാർലിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. മോളെ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ നമുക്കിവിടെ വൈഫൈ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന്? അത് കയ്യിൽ കാശില്ലാത്തോണ്ടല്ല, വൈഫൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും ബാഡ് പീപ്പിളിന്. ഇപ്പൊ അവർക്ക് നിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് അവർ ഉടനെ തന്നെ നമ്മളെ അന്വേഷിച്ചിട്ട് വരും. അവരെങ്ങാനും നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ജയിലിലിടും. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നാണ് വിക്കി പറയുന്നത്. എന്നാൽ ചാർലി ആണെങ്കിൽ അതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. നേരത്തെ അവള് കാരണം ഉണ്ടായ പൊട്ടിത്തെറി ഉണ്ടല്ലോ, അതിപ്പോ അവളുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു മോൺസ്റ്റർ ആണല്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുന്ന വിക്കി ആണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചാർലി അതൊന്നും കേൾക്കുന്നില്ല. ഞാനൊരു മോൺസ്റ്റർ ആണ് എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അതോടുകൂടെ വിക്കിയുടെ രണ്ട് കയ്യിലും തീ പിടിച്ചു. എന്നാൽ ഈ സമയത്ത് കണ്ടതും ആന്റി വേഗം വന്നിട്ട് ഒരു പുതപ്പ് വെച്ചിട്ട് അവളെ പുതപ്പിക്കുകയാണ്. എന്നാൽ വിക്കിയുടെ കയ്യിൽ തീ പിടിച്ച് കാണുമ്പോൾ ചാർലി വേഗം ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കുകയാണ്. എന്നാൽ അത് കാണുമ്പോൾ അരുത്, ഇപ്പൊ നീ ആരെയും വിളിക്കരുത് എന്ന് അവിടെ ഇരുന്നിട്ട് ആന്റി പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ കോള് കണക്റ്റഡ് ആയി. പക്ഷെ ആന്റി അവിടെ ഇരുന്നിട്ട് ആരോടും പറയരുതെന്ന് പറയുമ്പോൾ ചാർലി ഒന്നും മിണ്ടുന്നില്ല. അവൾ ആ കോള് കട്ട് ചെയ്തിട്ട് ഫോൺ എടുത്തിട്ട് ആന്റിക്ക് കൊടുക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ഇന്റലിജൻസ് ആണ്, DSI. അവിടുത്തെ ക്യാപ്റ്റനായ ജെയിൻ ഇപ്പം അവളുടെ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചാർലിയുടെ ശരീരത്തിൽ നിന്നും ആ തീ വന്നല്ലോ, അത് കാരണം ജെയിനിന് ഇപ്പൊ ചാർലിയെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ടേബിളിലായിട്ട് ഒരാളുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. ഇയാളും ഒരു സൂപ്പർ ഹ്യൂമൻ ആണ്. ഇയാൾക്ക് സൂപ്പർ പവർ കിട്ടിയതും ഇവരുടെ ഈ എക്സ്പെരിമെന്റ് വഴിയാണ്. ആ എക്സ്പെരിമെന്റിന്റെ പേര് ലോട്ട് 6 എന്നാണ്. ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ പേരാണ് റെയിൻബേർഡ്. ഈ സമയം റെയിൻബേർഡ് ആണെങ്കിൽ അയാളുടെ ഒരു ഹൈഡ് ഔട്ടിലിരിക്കുകയാണ്. അതിനിടയിലാണ് ജെയിൻ അയാളെ വിളിക്കുന്നത്. ജെയിൻ ഇപ്പൊ അയാളോട് പറയുന്നത്, നീ ഇത്രയും കാലം ഒളിച്ചിരുന്നല്ലോ, ഇനിയിപ്പം നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നീ ഉടനെ തന്നെ വന്നിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ട് പിടിച്ചോണ്ട് വരണം എന്നാണ് ജെയിൻ പറയുന്നത്. അതേക്കുന്ന റെയിൻബേർഡ് പറയുന്നത്, ആ ജീവിതമൊക്കെ ഞാൻ ഉപേക്ഷിച്ചതാണ്, നിങ്ങൾ എന്തൊക്കെയാണ് എന്നെ ചെയ്തത് എന്ന കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, എന്നിട്ട് ഇനിയും നിങ്ങൾക്ക് എന്നെ വിടാൻ ഒരു ഉദ്ദേശവുമില്ലേ എന്നാണ് റെയിൻബേർഡ് ചോദിക്കുന്നത്.
അതേക്കുമ്പോൾ ശരിയാണ്, നിന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ടീമിലുള്ള ആരും തന്നെ ഇവിടെ ഇല്ല. ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. നിനക്ക് ഇനി ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, നീ എന്റെ കൂടെ നിന്ന് നിന്നാൽ മാത്രം മതി എന്നാണ് ജെയിൻ പറയുന്നത്. ഈ സമയം തന്നെ ആന്റി ആണെങ്കിൽ വിക്കിയുടെ കയ്യിലുള്ള മുറിവൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അതിനിടയിൽ അവൾ ചോദിക്കുന്നുണ്ട്, നീ വിചാരിച്ചിരുന്നെങ്കിൽ ആ സമയം അവളുടെ മൈൻഡ് മാറ്റാമായിരുന്നില്ലേ, എന്തുകൊണ്ട് നീ അവളെ പുഷ് ചെയ്തില്ല എന്നാണ് വിക്കി ചോദിക്കുന്നത്. അതേക്കുന്ന ആന്റി പറയുന്നത്, നീ എന്തൊക്കെയാണ് വിക്കി പറയുന്നത്? അവളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? അങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് അവളുടെ മൈൻഡിലേക്ക് കയറുന്നത്? അതൊക്കെ അപകടമാണ് എന്നാണ് വിക്കി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ, അത് വിട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവളെയും കൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് പുറത്തു പോകും, വല്ല ഐസ്ക്രീം കഴിക്കാനോ അല്ലെങ്കിൽ വല്ല സിനിമയ്ക്കോ കൊണ്ടോ എന്നാണ് വിക്കി പറയുന്നത്. അതിനെ തുടർന്ന് ആന്റി ഇപ്പൊ ചാർലിയും കൂട്ടി അവരുടെ വണ്ടിയിൽ പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വിക്കി ഇപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിക്കിക്കും ഒരു സൂപ്പർ പവർ ഉണ്ട്, അതിന് ടെലികൈനസിസ് എന്നാണ് പറയുന്നത്. അതായത് അവൾക്ക് മനസ്സുകൊണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവക്ക് ആ പവർ തീരെ ഇഷ്ടമല്ല. അത് അപകടമാണെന്ന് അറിയുന്നതുകൊണ്ട് അവൾ അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നടത്തിയിട്ടില്ല, അവൾക്ക് അത് ഉപയോഗിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഒരു ശബ്ദം അവിടെ കേൾക്കുന്നത്. എന്നാൽ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല, പക്ഷെ ആരുടെ ഒരു പ്രസൻസ് അവിടെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളിപ്പോൾ അതാരാണെന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നടക്കുമ്പോഴാണ് ആരോ വാതിലിൽ വന്ന് മുട്ടുന്നത്. അവൾ വാതിൽ തുറക്കുമ്പോൾ അതൊരു പോലീസുകാരിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചാർലി വിളിച്ചിട്ടില്ലായിരുന്നു, അതിനെ തുടർന്ന് അവർ അന്വേഷിക്കാൻ വന്നതാണ്. എന്നാൽ ഈ സമയം വിക്കി അവരോട് പറയുന്നത്, ഇവിടുത്തെ സ്റ്റൗവിൽ നിന്ന് എന്റെ കയ്യിലേക്ക് തീ പിടിച്ചു, അതുകൊണ്ടാണ് വിളിച്ചത്, പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോന്നും പറഞ്ഞിട്ട് വിക്കി ആ പോലീസുകാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം പിന്നെ അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൾ അവളുടെ റൂമിലേക്ക് എത്തുമ്പോഴാണ് ആ റെയിൻബേർഡിനെ കാണുന്നത്. അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ വിക്കിയെ കാണുമ്പോൾ നിന്റെ ഹസ്ബൻഡും മകളോ എവിടെ എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ അവൾ പറയുന്നില്ല. അത് കാണുമ്പോൾ റെയിൻബേർഡ് പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നു. ഈ റെയിൻബേർഡിന്റെ പവർ അയാൾക്ക് ഒരാളുടെ മനസ്സ് വായിക്കാൻ പറ്റും. അയാളിപ്പോൾ വിക്കിയുടെ മനസ്സ് നോക്കുമ്പോൾ ആന്റി ചാർലിയും കൊണ്ട് വെളിയിലേക്ക് പോയതാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. എന്നാൽ ഈ സമയം വിക്കി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിപ്പം അവിടെ ഇരിക്കുന്ന ഒരു സാധനത്തിലേക്ക് നോക്കി. അതോടുകൂടി അത് തീർച്ചിട്ട് അയാളുടെ മുഖത്തേക്ക് പോവാണ്. പക്ഷെ അപ്പോഴേക്കും അയാൾ അവിടുന്ന് മാറിക്കളഞ്ഞു. ഈ ഒരു അവസരത്തിൽ അവൾ വേഗം തന്നെ അവിടെയുള്ള റൂമിലേക്ക് കയറി വാതിലടക്കുകയാണ്. എന്നാൽ ഈ സമയം അയാളും ആ റൂമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ വിക്കി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പവർ വെച്ചിട്ട് അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ അയാളുടെ ദേഹത്തേക്ക് കയറിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അയാൾ പിന്മാറുന്നില്ല. അയാൾ വേഗം തന്നെ ആ വാതിൽ തുറന്നിട്ട് അവളുടെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയം വിക്കി അയാളോട് പറയുന്നത്, നിങ്ങൾ എന്റെ മകളെ അന്വേഷിച്ചിട്ടാണ് വന്നതെങ്കിൽ ആ തീരുമാനം മാറ്റിക്കോ, അത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതിനാവത്തില്ല എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും റെയിൻബേർഡ് പിന്മാറുന്നില്ല. അവനിപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കഴുത്തിന് പിടിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആന്റിയും ചാർലിയും ഇപ്പൊ അവരുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിന്റെ അകത്തേക്ക് കയറിയതിനു ശേഷം ചാർലി അവളുടെ റൂമിലേക്ക് പോയി. ആന്റി ആണെങ്കിൽ വിക്കി എവിടെയാണുള്ളത് എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അവൻ കറങ്ങി തിരിഞ്ഞ് റൂമിലേക്ക് എത്തുമ്പോൾ ആ റെയിൻബേർഡ് ഇപ്പൊ ചാർലി പിടിച്ചിരിക്കുകയാണ്. അയാളിപ്പോൾ അവളുടെ കണ്ണു പൊത്തിയിട്ട് അവളുടെ കഴുത്തിലായിട്ടൊരു കത്തി വെച്ചിട്ടുണ്ട്. കണ്ണു പൊത്താനുള്ള കാരണം അവൾ അവളുടെ പവർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരു ടാർഗറ്റിനെ കാണണം, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് കാണുമ്പോൾ ആന്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് അവനിപ്പം അയാളുടെ മനസ്സിനെ പുഷ് ചെയ്യാണ്. എന്നാൽ ഈ സമയം റെയിൻബേർഡ് ആണെങ്കിൽ അവിടെ തൂങ്ങി നിൽക്കുന്ന ആ ലൈറ്റിന്റെ അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആന്റി അവനോട് ചോദിക്കുന്നത് എന്റെ ഭാര്യ എവിടെയെന്നാണ്. അപ്പൊ അമ്മ അപകടത്തിലാണ് എന്ന കാര്യം ചാർലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവളുടെ ദേഷ്യം കൂടിയത് കാരണം അവിടെ അടഞ്ഞു കിടക്കുന്ന ഒരു വാതിലിന്റെ ഒരു ലോക്ക് ഉരുകി പോവാണ്. അതോടുകൂടെ വാതിൽ തുറന്നിട്ട് അതിനകത്തുനിന്ന് വിക്കി താഴേക്ക് വീണു. ഈ സമയമാകുമ്പോഴേക്കും അവൾ മരിച്ചിട്ടുണ്ട്. അത് കണ്ടതും ആന്റി ഇപ്പൊ വിക്കിയെന്നും വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഈ ശബ്ദം കേട്ടതും ചാർലിയുടെ ദേഷ്യം പിന്നെയും കൂടി. അതോടുകൂടെ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത്. അതിൽപ്പെട്ട റെയിൻബേർഡ് ആണെങ്കിൽ പുറകിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അങ്ങനെ ആ പൊട്ടിത്തെറി കാരണം ആ റൂമിന് മൊത്തം തീ പിടിച്ചു. ഇപ്പൊ വിക്കി മരിച്ച സ്ഥിതിക്ക് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം ആന്റിക്ക് മനസ്സിലായി. അവൻ വേഗം ചാർലിയും കൂട്ടി അവരുടെ വണ്ടിയിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. ഇതേസമയം തന്നെ ആ ജെയിൻ ഇപ്പം വേറൊരാളെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ പേര് ജോസഫ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, ലോട്ട് 6, അത് കണ്ടുപിടിച്ചത് ഈ ജോസഫ് ആണ്. അതായത് ഈ സൂപ്പർ ഹീറോസിനെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇയാളാണ്. ഇപ്പൊ ജെയിൻ അങ്ങോട്ട് വന്നിട്ട് അയാളുടെ അടുത്ത് പറയുന്നത്, ഞങ്ങൾ ചാർലിയെ കണ്ടെത്തിയതാണ്. അത് കേൾക്കുമ്പോൾ അയാൾക്കൊരു ഞെട്ടലായിരുന്നു. ഇതേസമയം തന്നെ റെയിൻബേർഡ് ആണെങ്കിൽ അവിടുത്തെ ബാത്റൂമിൽ നിന്നിട്ട് കുളിക്കുകയാണ്. ആ പൊട്ടിത്തെറി ഉണ്ടായതുകൊണ്ട് അയാളുടെ ശരീരത്തിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഈ സമയം അയാൾ ഓർക്കുന്നത് വിക്കി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്റെ മകളെ തേടിയിട്ടാണ് വന്നെങ്കിൽ അത് നിങ്ങൾക്ക് പണിയാവുമെന്ന്. ഈ സമയം ചാർലി ആന്റിയും വേറൊരു ഭാഗത്താണുള്ളത്. ആന്റി ഇപ്പം അവന് വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ചാർലി ആണെങ്കിൽ പുറത്താണ്. അവളിപ്പോൾ അതിലിങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് അവിടുത്തെ മതിലിന്റെ മുകളിലായിട്ട് ഒരു ഇരുമ്പിന്റെ കഷ്ണം കാണുന്നത്. അവളിപ്പോൾ അവളുടെ മൈൻഡ് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാണ്. അങ്ങനെ അവൾ അതിന് ട്രൈ ചെയ്യുമ്പോൾ ആ സാധനം താഴേക്ക് വീണു. അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവളിപ്പോൾ അതിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഈ സമയത്താണ് ഒരു പൂച്ച അങ്ങോട്ട് വരുന്നത്. ഈ പൂച്ചയെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പൂച്ചയെ കാണുമ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് അതിനിങ്ങനെ അടുത്തേക്ക് വിളിച്ചു. എന്നാൽ ഈ സമയം പൂച്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൈയിനൊരു മാന്തു കൊടുക്കുകയാണ്. അത് കണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്നു. അതോടുകൂടെ ആ പൂച്ച അങ്ങോട്ട് കത്തിപ്പോയി. ഇതും കണ്ടുകൊണ്ടാണ് ആന്റി അങ്ങോട്ട് വരുന്നത്. പക്ഷെ അവൻ നോക്കുമ്പോൾ പൂച്ച ചത്തിട്ടില്ല. അതിങ്ങനെ വേദന കൊണ്ട് അവിടെ കിടന്നിങ്ങനെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ആന്റി ചാർലിയുടെ അടുത്ത് പറയുന്നത്, നീ എന്താ മോളെ കാണിച്ചത്, അത് എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് നോക്കിയേ. അതേക്കുമ്പോൾ ഞാനത് മനഃപൂർവ്വം ചെയ്തല്ല, പെട്ടെന്ന് അതിന്റെ മാന്തിയപ്പം എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ചാർലി പറയുന്നത്. നോക്ക് ചാർലി, ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ, അതായത് ആരെങ്കിലും നിന്നെ ആക്രമിക്കാൻ വരുമ്പോൾ നീ എന്ത് ഡിസിഷൻ എടുക്കും
എന്നതിലാണ് നിനക്ക് നിന്റെ ഈ ശക്തി കൺട്രോൾ ചെയ്യാൻ പറ്റുക. അത് നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ആ പൂച്ച വേദന കൊണ്ട് പിടയുന്ന നീ കണ്ടില്ലേ, ഇനി ഇതിനെങ്ങനെ കടത്തണ്ട, അതിനെ കൊന്നു കളഞ്ഞേക്ക് എന്നാണ് ആന്റി പറയുന്നത്. അതിനെ തുടർന്ന് അവൾ ആ പൂച്ചയുടെ അടുത്തേക്ക് എന്നിട്ട് ഒന്നുകൂടെ അതിനെ നോക്കുകയാണ്. അതോടുകൂടെ പിന്നെയും തീ പിടിച്ചിട്ട് പൂച്ച ചത്തുകയും ചെയ്തു. ഈ സമയം ജെയിൻ ആണെങ്കിൽ ആ ജോസഫിന്റെ അടുത്തിരിക്കുകയാണ്. അവൾ പറയുന്നത് നമുക്ക് ചാർലി ഇങ്ങോട്ട് കൊണ്ടുവരണം, അവൾക്ക് ഇപ്പം അവളുടെ പവർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി അവളെ ട്രെയിൻ ചെയ്യണം, നമുക്ക് അവളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നൊക്കെയാണ് ജെയിൻ പറയുന്നത്. എന്നാൽ ജോസഫ് അതിനെ സമ്മതിക്കുന്നില്ല. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇപ്പം ചെറുപ്പമാണ്, എങ്കിലും ഇത്രയും ശക്തമായിട്ടുള്ള പവറൊക്കെ ഉണ്ട്, വലുതാവും തോറും അവളുടെ പവർ ഇങ്ങനെ കൂടി വരും. അവളൊരു യങ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവളുടെ മൈൻഡ് കൊണ്ട് അവൾക്ക് ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വരെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അവളെ ട്രെയിൻ ചെയ്യിക്കാനൊന്നും നിൽക്കണ്ട, അവളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും അവൾ നശിപ്പിക്കും എന്നാണ് ജോസഫ് പറയുന്നത്. എന്നാൽ അയാൾ അങ്ങനെ പറഞ്ഞിട്ടും ജെയിൻ അതിന് സമ്മതിക്കുന്നില്ല. അവളിപ്പം അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ ആന്റിയും ചാർലിയും ഇപ്പം പൂച്ചയുടെ എടുത്തിരിക്കുകയാണ്. അവരതിനെ കുഴിച്ചിട്ടു, എന്നിട്ട് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ നടത്തി. ഇനിയിപ്പോൾ അവർക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവരുടെ വണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല, അവന്മാരെ ട്രാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ലിഫ്റ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവരവിടെ റോഡിലിരിക്കുകയാണ്. എന്നാൽ കുറേ നേരമായിട്ടും വണ്ടിയൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല. ഈ സമയത്താണ് ചാർലി അവനോടൊരു കാര്യം ചോദിക്കുന്നത്. ശരിക്കും അവർ നമ്മളെ പിടിച്ചോണ്ട് പോവോ, എന്നിട്ട് അവർ നമ്മളെ എന്താണ് ചെയ്യുക എന്നാണ് അവളുടെ ചോദ്യം. അതേക്കുന്ന ആന്റി പറയുന്നത് അവർ നമ്മളെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എന്നെ ഒന്നും ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ നിന്നെ ചെയ്യും, നിന്റെ ശരീരത്തിൽ അവർ പരീക്ഷണം നടത്തും എന്നാണ് ആന്റി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും ടെൻഷനായി. ഈ സമയത്താണ് ഒരു വണ്ടി അങ്ങോട്ട് വരുന്നത്. അതിനകത്ത് പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇയാളുടെ പേരാണ് മാൻഡേഴ്സ്. അവരങ്ങോട്ട് ചെന്നിട്ട് ഒരു ലിഫ്റ്റ് ചോദിച്ചു. എന്നാൽ ഇവർക്ക് പോകേണ്ട സ്ഥലം പറയുമ്പോൾ അയാൾ പറയുന്നത് അത് ഒരുപാട് ദൂരെയല്ലേ, എന്റെ വൈഫിന് തീരെ വയ്യാത്താണ്, അവൾ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഉടനെ വീട്ടിലേക്ക് എത്തണം, അത്രയും ദൂരമൊന്നും എനിക്ക് കൊണ്ടുവിടാൻ പറ്റത്തില്ല എന്നാണ് മാൻഡേഴ്സ് പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന ആന്റി പറയുന്നത് ഞാൻ നിങ്ങൾക്ക് $100 തരാം എന്ന് പറഞ്ഞിട്ട് അവൻ ആ പൈസ എടുത്തു. എന്നിട്ട് അയാളൊന്ന് തുറച്ചു നോക്കുകയാണ്, അയാളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി. അതിനെ തുടർന്ന് അയാളിപ്പോൾ മനസ്സ് മാറ്റി, നിങ്ങൾക്ക് ഞാൻ ലിഫ്റ്റ് തരാമെന്നും പറഞ്ഞിട്ട് അയാൾ അവരകത്തേക്ക് കയറ്റി. എന്നാൽ ഈ സമയം ആന്റിയും ചാർലിയും അയാളോട് തെറ്റിച്ചാണ് പേര് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അയാൾ ഉടനെ തന്നെ അവരെയുമായിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ പോകുന്ന വഴിക്ക് അയാൾ അയാളുടെ വീട്ടിലേക്ക് ഒന്ന് കയറി ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി. അങ്ങനെ വണ്ടി നിർത്തി വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആന്റിയും അയാളും അയാളുടെ വീട്ടിലേക്ക് കയറി. ഈ സമയം അവിടേക്ക് നോക്കിക്കൊണ്ട് ചാർലി പുറത്തോടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഈ സമയം അവിടെ കുറെ കോഴികൾ കാണുന്നുണ്ട്. അവൾ വേഗം കോഴികളുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അത് അവളുടെ മൈൻഡിലാണ്. ഒരു ലേഡി ഇങ്ങനെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അവളിപ്പോൾ അങ്ങോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും മാൻഡേഴ്സും ആന്റിയും അയാളുടെ വീട്ടിലേക്ക് കയറി. അവരിപ്പം ബിയറൊക്കെ കഴിച്ചുകൊണ്ട് ഓരോന്നൊക്കെ സംസാരിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ ചാർലി ആണെങ്കിൽ ആ ലേഡി അന്വേഷിച്ച് ആ വീടിന്റെ വേറൊരു റൂമിലേക്ക് എത്തി. അവൾ ജനൽ വഴി നോക്കുമ്പോൾ ആ റൂമിനകത്തായിട്ട് ആ ലേഡി കിടക്കുന്നുണ്ട്. അങ്ങനെ അവൾ വേഗം ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറി. ഈ ലേഡിയാണ് ആ മാൻഡേഴ്സിന്റെ വൈഫ്. അവൾ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. മാത്രമല്ല സംസാരിക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ അവൾ മനസ്സിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ചാർലിക്കും കേൾക്കാം. ഇപ്പൊ ചാർലി അവരുടെ അടുത്ത് പേര് ചോദിക്കുമ്പോൾ എസ്സി എന്നാണ് അവരതിന് മറുപടി പറയുന്നത്. മാത്രമല്ല വേറെ ചില കാര്യങ്ങൾ കൂടെ എസ്സി ഇപ്പൊ ചാർലിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആ ലേഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ചാർലി ഇപ്പം അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തി. അവളിപ്പോ തന്റെ ഭാര്യയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുമ്പോൾ മാൻഡേഴ്സിന് ശരിക്കും ദേഷ്യം വന്നു. നീ എന്തിനാണ് എന്റെ ഭാര്യയുടെ റൂം കയറിയത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അയാൾ ഇങ്ങനെ വെള്ളം വെക്കുന്നത്. അതെല്ലാം കേൾക്കുന്ന ചാർലി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയം അയാൾ റോങ് ആയെന്ന് മനസ്സിലാവുമ്പോൾ ഇനി അവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്നൊക്കെ ആന്റിക്കും മനസ്സിലായി. അവനിപ്പോൾ ചാർലിയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മാൻഡേഴ്സ് അവരെ വിളിക്കുന്നത്. എന്നോട് നിങ്ങൾ ക്ഷമിക്കി, ഞാൻ അല്ലേലും ഇങ്ങനെ തന്നെയാണ്, ചില സമയത്ത് ഞാൻ ഓവർ റിയാക്ട് ചെയ്യും, അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അവളുടെ അടുത്തേക്ക് ആരും പോകാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ മതി എന്നാണ് അയാൾ പറയുന്നത്. അവരാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി ചാർലി ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടി ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവളുടെ അടുത്തായിട്ട് ആന്റി ഇരിക്കുന്നുണ്ട്. ഈ സമയം അവൾ സംസാരിക്കുന്നത് അവര് നമ്മളെ പിടിക്കാൻ വരുമെന്നാണ്. തീർച്ചയായിട്ടും വരും എന്ന് തന്നെ ആന്റി പറഞ്ഞു. എന്നാൽ അത് കേൾക്കുന്ന ചാർലി പറയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവന്മാരെ ഉപദ്രവിക്കും, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ബാഡ് പീപ്പിളിനെ മാത്രമേ ഞാൻ ഉപദ്രവിക്കത്തുള്ളൂ എന്നാണ് അവള് പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ആന്റി അവൾക്കൊരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്. നീ ജനിച്ച സമയത്ത് നിന്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഡോക്ടർമാർക്കാണെങ്കിൽ നിനക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയില്ല. അങ്ങനെ അന്ന് രാത്രി ഞാനായിരുന്നു നിനക്ക് കാവലിരുന്നത്. അതിന്റെ ഇടയിൽ എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നിന്നെ അവിടെ കണ്ടില്ല. അവന്മാരെ നിന്നെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ നിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നെനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ നിന്നെ ഫോളോ ചെയ്തിട്ട് അവന്മാരുടെ അടുത്തേക്ക് എത്തി. ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ദേഷ്യമാണ് വന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പവർ വെച്ചിട്ട് ഞാൻ അവന്മാരെ പരസ്പരം കൊല്ലിച്ചു. എന്നിട്ടാണ് നിന്നെ എടുത്തോണ്ട് ഞാൻ അവിടുന്ന് പോകുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, മരിച്ച ആൾക്കാർക്ക് ഫാമിലി ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അതെന്നെ വല്ലാതെ ബാധിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ ചിലപ്പം ആൾക്കാരെ ഉപദ്രവിക്കുകയാണെങ്കിൽ അവർ മരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അവരെ മാത്രമല്ല ബാധിക്കുന്നത്, അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെയും ബാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ആരെയും ഉപദ്രവിക്കാൻ നിൽക്കരുത് എന്നൊരു ഉപദേശമാണ് അവളുടെ അച്ഛന് പകു കൊടുക്കുന്നത്. അവളാണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി ആന്റി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടുന്ന് ഇങ്ങനെ ന്യൂസ് പറയുന്നവന് കേൾക്കുന്നുണ്ട്. അവൻ പതുക്കെ ഹാളിലേക്ക് എന്ന് നോക്കുമ്പോൾ മാൻഡേഴ്സ് ഇരുന്നിട്ട് അവിടെ TV കാണാണ്.
ആ ന്യൂസിൽ പറയുന്നത് ഈ ആന്റിയുടെ കാര്യമാണ്. 2013 അവൻ 2 ആൾക്കാരെ കൊന്നു. മാത്രമല്ല ഇപ്പൊ അവൻ അവന്റെ ഭാര്യയും കൊന്നു. എന്നിട്ട് അവന്റെ മകളുമായിട്ട് കടന്നു കളഞ്ഞിരിക്കുകയാണ് എന്നാണ് ന്യൂസിൽ കാണിക്കുന്നത്. മാത്രമല്ല അവന്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അത് കേട്ടതും ആന്റി വേഗം തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവൻ പറയുന്നത്, ആ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ എന്റെ ഭാര്യനെ ഒരിക്കലും കൊന്നിട്ടില്ല. വേറൊരാളാണ് അവളെ കൊന്നത്. എന്റെ മകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. ദയവ് ചെയ്ത് ന്യൂസിൽ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് എന്നൊക്കെയാണ് ആന്റി പറയുന്നത്. എന്നാൽ മാൻഡേഴ്സ് ആണെങ്കിൽ അവൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഈ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വിശ്വാസമാണ്. നീ തന്നെയാണ് നിന്റെ ഭാര്യയെ കൊന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞിട്ട് അയാൾ ഇപ്പം അവനെ ഇടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആന്റി ആണെങ്കിൽ അയാളെ തട്ടി മാറ്റുകയും ചെയ്തു. അതിനിടയിലാണ് ചാർലി അങ്ങോട്ട് വരുന്നത്. ചാർലി ഇപ്പം മാൻഡേഴ്സിന്റെ അടുത്ത് മറ്റൊരു കാര്യം പറയാണ്. നിങ്ങളുടെ ഭാര്യ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓടിച്ചിരുന്ന വണ്ടി ആക്സിഡന്റ് ആയിട്ടല്ലേ അവർ പാരലൈസ്ഡ് ആയത്? ആ കാര്യമൊക്കെ അവരെന്നോട് പറഞ്ഞു എന്നാണ് ചാർലി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് അത്ഭുതമായി. കാരണം ഭാര്യയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സമയത്താണ് അവർക്ക് ഇങ്ങനെ ഒരു പവർ ഉണ്ട് എന്ന കാര്യം ആന്റി അയാളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ചാർലി അയാളുടെ ഭാര്യ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ മാൻഡേഴ്സിന്റെ അടുത്ത് പറയാണ്. 30 വർഷമായിട്ട് അവരൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് തന്നെയാണ് ആ ആക്സിഡന്റ് ഉണ്ടായത്. പക്ഷെ അത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. നിങ്ങളുടെ കുഴപ്പം കാരണമല്ല അവർക്ക് ഈ അവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല. ഈ ഒരു കാര്യം 30 വർഷമായിട്ട് അവർ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചാർലി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഈ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ ആന്റി ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയം മാൻഡേഴ്സ് പറയുന്നത്, ഈ ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഞാൻ പോലീസുകാരെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു കാര്യം ചെയ്ത് തെറ്റായിപ്പോയി. ഇപ്പൊ നിങ്ങളെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്ക്. പോലീസുകാരോട് ഞാൻ പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചോളാം എന്നാണ് മാൻഡേഴ്സ് പറയുന്നത്. അങ്ങനെ പോലീസുകാരെല്ലാം അയാളുടെ വീടിന് മുമ്പിലേക്ക് എത്തി. ഈ സമയം കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി മാൻഡേഴ്സും പുറത്തേക്ക് ഇറങ്ങി. അയാളിപ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫോൺ ചെയ്തത് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ റെയിൻബേർഡ് അങ്ങോട്ട് വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു സ്നൈപ്പർ ഉണ്ട്. അത് വെച്ചിട്ട് അയാൾ ആ പോലീസുകാരെ മൊത്തം വെടിവെച്ച് കൊന്നു. അങ്ങനെ ഓരോരോ പോലീസുകാരനായിട്ട് ഇങ്ങനെ വെടിയേറ്റ് വീഴുന്ന കാണുമ്പോൾ മാൻഡേഴ്സ് വീടിന്റെ അകത്തേക്ക് ഓടാൻ തുടങ്ങി. അത് കണ്ടതും റെയിൻബേർഡ് അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്തു. അത് അയാളുടെ കാലിലാണ് കൊള്ളുന്നത്. അതോടുകൂടി അയാൾ താഴേക്ക് വീണു. ഈ സമയം തന്നെ ആന്റിയും ചാർലിയും വീടിനകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ആ വെടിശബ്ദം കേൾക്കുമ്പോൾ ചാർലിക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവൾ പെട്ടെന്ന് തന്നെ ആ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങാണ്. അതിനുശേഷം അവളിങ്ങനെ ഉച്ചത്തിൽ അലറി. അതോടുകൂടി ഒരു പൊട്ടിത്തെറി നടന്നു. അങ്ങനെ വാതിൽ അവിടെ തെറിച്ചു പോവാണ്. അങ്ങനെ അവൾ വേഗം തന്നെ മാൻഡേഴ്സിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയത്താണ് റെയിൻബേർഡ് അങ്ങോട്ട് വരുന്നത്. എന്നാൽ ആന്റി അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ആരെയും ഉപദ്രവിക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കുകയാണ്. ഈ സമയം ആന്റി അവളുടെ അടുത്ത് ഓടാൻ പറഞ്ഞു. അതിനെ തുടർന്ന് അവൾ അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ അവൾ അവിടുന്ന് പോയി കഴിയുമ്പോൾ ആന്റി അവന്റെ പവർ വെച്ചിട്ട് ആ റെയിൻബേർഡിൽ നിന്ന് ട്രിക്ക് ചെയ്യാണ്. ഈ സമയം അയാൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ചാർലി ഒരുപാട് ദൂരത്തേക്ക് ഓടിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആന്റി പയക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ ട്രിക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ റെയിൻബേർഡ് വീണ്ടും ചാർലി അന്വേഷിച്ചിട്ട് ആ സ്ഥലത്തേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും ചാർലി ആണെങ്കിൽ ഒരു കാടിനകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. അങ്ങനെ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അയാൾ പാൻറ്റിയുടെ അടുത്തേക്ക് എത്തി. എൻ്റെ അയാൾ പറയുന്നത്, നീ എങ്ങനെ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അവളെ കിട്ടുന്നത് വരെ അവർ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവും എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് ആ DSAയിൽ ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അതിലൊരാൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ അയാളുടെ കണ്ണിൽ ഒരു ലെൻസ് വെക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരും അയാളെ കൺട്രോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരിപ്പോൾ ചാർലിയുടെ അടുത്തേക്ക് എത്തി. ഈ സമയം ചാർലി അയാളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കണ്ണിൽ ആ ലെൻസ് വെച്ചത് കാരണം അവനെ കൊണ്ടത് പറ്റുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ അവർ രണ്ടുപേരെയും പിടിച്ച് ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അവരവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സമയം തന്നെ ചാർലി ആണെങ്കിൽ ആ കാട്ടിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ DSAയിൽ ആൾക്കാരൊക്കെ ആ റെയിൻബേർഡിനെയും കൊണ്ട് ആ ജെയിനിന്റെ അടുത്തേക്ക് എത്തി. അവളിപ്പം അയാളെ റൂമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അയാളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവളും ആ കണ്ണിൽ ആ ലെൻസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൻബേർഡിന് അവളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഈ സമയം അയാൾ പറയുന്നത്, ചാർലിയുടെ അച്ഛനെ കിട്ടിയോണ്ട് നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിച്ചിരിക്കുന്നു വേണ്ട. അവന്റെ മൈൻഡും ചാർലിയുടെ മൈൻഡും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ചാർലി ഇങ്ങോട്ട് എത്തും. പിന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അത് അവൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്നാണ് അയാൾ പറയുന്നത്. ഇതേസമയം തന്നെ ചാർലി ആണെങ്കിൽ ആ കാട്ടിനകത്തിരിക്കുകയാണ്. അവളിപ്പം അവളുടെ അച്ഛനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ സംസാരിക്കുന്നൊന്നും അവൾക്ക് കേൾക്കുന്നില്ല. ഈ സമയത്തിന് ആ DSA ഏജന്റ് ആണെങ്കിൽ ആന്റിയെ ഒരു കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. അതിനിടയിൽ ആ ജെയിനും അങ്ങോട്ട് വന്നു. അവൾ ആന്റിയുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ നീ നിന്റെ മകൾ അങ്ങോട്ട് വരുത്താൻ നോക്ക്. നീ എന്തായാലും ഇപ്പം മരിക്കും. കാരണം അത്രമാത്രം പ്രഷർ നീ നിന്റെ ശരീരത്തിന് കൊടുത്തിട്ടുണ്ട്. നിന്റെ ബ്രെയിനൊക്കെ ബ്ലീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ കാര്യം ഇനി നോക്കാനൊന്നുമില്ല. പക്ഷെ നിന്റെ മകളുടെ കാര്യം ഉണ്ടല്ലോ, നീ പോയി കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യുന്നതാണ് നിന്റെ വിചാരം? ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്ന കാര്യം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ചാർലി ഇങ്ങോട്ട് വിളിച്ചു വരുത്ത് എന്നാണ് ജെയിൻ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ചാർലി ഇപ്പം ആ കാട്ടിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ മനസ്സിലായിട്ട് അവളുടെ അച്ഛന്റെ ശബ്ദം കേൾക്കുന്നത്. അയാളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യം അവളുടെ അടുത്ത് പറയാണ്. അതിനെ തുടർന്ന് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാട്ടിലായിട്ട് ആ DSAയുടെ കെട്ടിടം അവൾ കാണുന്നുണ്ട്. ഇതും അയാൾ അവൾക്ക് കാണിച്ചു കൊടുത്താണ്. അപ്പൊ അവിടെയാണ് ആന്റി ഉള്ളത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവൾക്ക് തന്നെ ചില കാര്യങ്ങൾ അവൾ ട്രെയിൻ ചെയ്യിക്കണം. അതായത് ആ ഫയർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ. അതിനുവേണ്ടി അവൾ അവിടെ കുറച്ച് ചുള്ളിക്കമ്പുകളൊക്കെ കൂട്ടിവെച്ചു.
എന്നിട്ട് അതിനെ ഒരു ടാർഗറ്റ് ആക്കിയിട്ട് അത് കത്തിക്കാൻ അവൾ ശ്രമിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അവളെ കൊണ്ട് പറ്റുന്നില്ല. അതിന്റെ സൈഡിലായിട്ടാണ് തീ പിടിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ പിന്നെയും ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. ആദ്യം അവള് ആ കാട്ടിലുള്ള ആ കുളത്തിലേക്കൊന്ന് നോക്കി. അതിനെ തുടർന്ന് അവിടുത്തെ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങി. അടുത്തതായിട്ട് അവൾ നോക്കുന്നത് ആ കാട്ടിലുള്ള ഒരു ഭാഗം തീ പിടിപ്പിക്കാൻ പറ്റുമെന്നാണ്. അതും അവൾ വിജയിച്ചു. അങ്ങനെ അതിനെ തുടർന്ന് പിന്നെ അവൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ചുള്ളിക്കമ്പുകളിലേക്ക് ഒന്നുകൂടെ നോക്കുകയാണ്. ഇത്തവണ കറക്റ്റായിട്ട് ആ ചുള്ളിക്കമ്പിനെ തീ പിടിച്ചു. അങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ആ കാട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് റോഡിന്റെ ഒരു ഭാഗത്ത് എത്തുമ്പോഴാണ് 3 പിള്ളേർ സൈക്കിളിൽ അങ്ങോട്ട് വരുന്നത്. ഇവിടെ കാണുമ്പോൾ പിള്ളേർ വയ്ക്കുന്നത് എന്ത് കോലാണോ നിനക്കൊന്ന് പോയി കുളിച്ചൂടെ എന്നാണ്. എന്നാൽ അതിനെക്കുറിച്ച് അവളൊന്നും പറയുന്നില്ല. അവളിപ്പോൾ പറയുന്നത് എനിക്ക് നിങ്ങളുടെ സൈക്കിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ്. അത്രയും പറഞ്ഞിട്ട് അവൾ അതിലുള്ള ഒരുത്തന്റെ മുഖത്തേക്ക് തന്നെ അങ്ങനെ നോക്കി. അതിനെ തുടർന്ന് അവൻ ആ സൈക്കിൾ അവൾക്ക് കൊടുത്തു. അങ്ങനെ അടുത്തായിട്ട് അവൾ നോക്കുന്നത് മറ്റൊരുത്തന്റെ മുഖത്തേക്കാണ്. ഈ സമയം അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ബാഗിൽ നിന്നും 2 ബ്രെഡ് എടുത്തിട്ട് അവൾക്ക് കൊടുത്തു. അതിനെ തുടർന്ന് അവൾ ആ സൈക്കിളുമായിട്ട് അവളുടെ അച്ഛനെ അന്വേഷിച്ചു പോവാണ്. അങ്ങനെ രാത്രിയാകുമ്പോൾ അവൾ ആ DSIന്റെ ആ ബിൽഡിങ്ങിന് മുമ്പിലേക്ക് എത്തി. ഇനി അതിനകത്തേക്ക് കയറണം. പക്ഷെ അതിനകത്തേക്ക് അങ്ങനെ ചുമ്മാ കയറാൻ പറ്റത്തില്ല. അതിന് ആക്സസ് കാർഡ് വേണം. അതിനുവേണ്ടി അവളിപ്പോൾ അവിടെയുള്ള ഒരു ഏജന്റിന്റെ വണ്ടിക്കകത്ത് കയറി. ഈ സമയം അയാൾ ആ കാറിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവൾ അയാളോട് പറയുന്നത് മര്യാദയ്ക്ക് അയാളുടെ ആക്സസ് കാർഡ് കൊടുക്കാനാണ്. ഇവിടെ കണ്ടപ്പോൾ തന്നെ ആരാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ചോദിച്ച പോലെ അയാളുടെ ആക്സസ് കാർഡ് എടുത്തിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അത് മേടിച്ചതിന് ശേഷം അവൾ അടുത്തായിട്ട് ചോദിക്കുന്നത് എവിടെയാണ് എൻ്റെ അച്ഛനെ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. അതേക്ക് അയാൾ പറയുന്നത് അത് ഈ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിലാണെന്നാണ്. എന്നാൽ അത് പറയുന്ന സമയത്ത് അയാൾ നൈസായിട്ട് അയാൾ തോക്കെടുത്തു. എന്നാൽ അത് കണ്ടതും ചാർലിക്ക് അങ്ങോട്ട് വല്ലാണ്ട് ദേഷ്യം വന്നു. പിന്നീട് നടക്കുന്നത് ഒരു പൊട്ടിത്തെറിയാണ്. അതിനെ തുടർന്ന് അയാൾ അങ്ങോട്ട് മൊത്തത്തിൽ കത്തിപ്പോവാണ്. എന്നാൽ ഇതെല്ലാം ഒരു സെക്യൂരിറ്റി അവിടുത്തെ CCTV ക്യാമറയിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ അയാളുടെ പണി തീർത്തതിന് ശേഷം അവൾ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് അവളുടെ അച്ഛനെ അന്വേഷിച്ചിട്ട് അവിടെയുള്ള വലിയ കോറിഡോറിലൂടെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് അവൾ അവളുടെ അച്ഛനെ കണ്ടെത്തി. അയാളെ ഇപ്പം ഒരു ഗ്ലാസിന്റെ കൂട്ടിനകത്തിട്ടിരിക്കുകയാണ്. ഇപ്പൊ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ആന്റി ഒരു കാര്യം പറയുന്നത്. അതായത് അവനല്ല ഈ സ്ഥലം അവൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ആ റെയിൻബേർഡിന്റെ പണിയാണ്. അവനെ വെച്ചിട്ട് ആ ജെയിനും കൂട്ടരും ജയിച്ചാണത്. ഈ സമയം അച്ഛനെല്ലാം അങ്ങോട്ട് വിളിച്ചെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റും എന്നാണ് അവൾ പറയുന്നത്. അതേക്കുമ്പോൾ ഇല്ല ചാർലി, ഇനി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് ആ ജെയിൻ അങ്ങോട്ട് വരുന്നത്. അവളിപ്പോൾ ചാർലിയുടെ അടുത്ത് പറയുന്നത് നീ ഞങ്ങളുടെ കൂടെ നിൽക്ക്, നിനക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാം, നിനക്ക് ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടാവത്തില്ല എന്നാണ് ജെയിൻ പറയുന്നത്. എന്നാൽ ഈ സമയം ആന്റി അവളുടെ അടുത്ത് പറയുന്നത് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നില്ലേ, ആരെയും ഹേർട്ട് ചെയ്യരുതെന്ന്, അത് നീ മറന്നേക്ക്, എന്നിട്ട് എന്നെ അടക്കം ഇവിടെയുള്ളതെല്ലാം കത്തിച്ചു കളഞ്ഞേക്ക്, അതാണ് നമ്മുടെ നാടിന് നല്ലത് എന്നാണ് അവൻ പറയുന്നത്. എന്തായാലും അച്ഛൻ മരിക്കാൻ പോവാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞ അവൾ അനുസരിച്ചു. അതിനെ തുടർന്ന് അവൾ അവളുടെ അച്ഛനെയും ജെയിനെയും അങ്ങോട്ട് കത്തിച്ചു കളയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവൾ അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങി. എന്നാൽ പോകുന്ന വഴിക്ക് ആ റെയിൻബേർഡിനെ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവളിപ്പം അയാളെ അവിടെ നിന്ന് റിലീസ് ചെയ്യാണ്. അങ്ങനെ അയാൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടേക്ക് വന്ന സെക്യൂരിറ്റിനെ അയാൾ ഇടിച്ചു വീഴ്ത്തി. ഈ സമയം ചാർലി ആണെങ്കിൽ മുന്നോട്ട് തന്നെ നടക്കുകയാണ്. അതിനിടയിലാണ് 2-3 സെക്യൂരിറ്റീസ് അവളുടെ മുമ്പിലേക്ക് വരുന്നത്. അത് കണ്ടതും അവൾ അവരുടെ തലയ്ക്ക് തീയിടുകയാണ്. അതോടുകൂടെ ആ സെക്യൂരിറ്റീസിന്റെ പണിയും തീർന്നു. അങ്ങനെ പിന്നെയും മുന്നോട്ട് നടക്കുമ്പോൾ 2 പേരും കൂടെ വന്നു. അത് കണ്ടതും അവളിപ്പോൾ അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാണ്. അതിനെ തുടർന്ന് അവർ 2 പേരും പരസ്പരം വെടിവെച്ച് മരിക്കുകയാണ്. അങ്ങനെ അവരുടെ പണിയും തീർത്ത് മുന്നോട്ട് നടക്കുമ്പോഴാണ് അവളുടെ പുറകിലായിട്ടൊരു ലേഡി വരുന്നത്. അത് കണ്ടതും അവൾ ആ ലേഡിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ഈ സമയം ആ ലേഡി പറയുന്നത് ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കത്തില്ല, നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്താം എന്നാണ് ആ ലേഡി പറയുന്നത്. അതേക്കുന്ന ചാർലി ആണെങ്കിൽ ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. അതിനിടയിലാണ് അവളുടെ പുറകിൽ നിന്നും ഒരുത്തൻ തോക്കുമായിട്ട് വരുന്നത്. അത് മനസ്സിലായതും അവൾ പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു. അതോടുകൂടെ അവളുടെ ശരീരത്തിൽ നിന്നും തീ അവന്റെ ദേഹത്തേക്ക് പോവാണ്. അതിൽപ്പെട്ട് അവൻ മരിച്ചു. അങ്ങനെ അവന്റെ പണി തീർത്തതിന് ശേഷം അവളിപ്പോൾ ആ ലേഡിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് നീ എന്നെ ചതിക്കായിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് അവളിപ്പോൾ ആ ലേഡിയെ മൊത്തത്തിൽ അങ്ങോട്ട് കത്തിച്ചു കളയാണ്. അങ്ങനെ അവരുടെ പണിയും തീർത്ത് മുന്നോട്ട് നടക്കുമ്പോഴാണ് 2-3 ആൾക്കാർ പിന്നെ അവളുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഇപ്പം അങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒരു തരത്തിലുള്ള സ്യൂട്ട് ധരിച്ചിട്ടുണ്ട്. ഇതിനെ ഫയർ പ്രോക്സിമിറ്റി സ്യൂട്ട് എന്നാണ് പറയുന്നത്. അതായത് തീ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏൽക്കത്തില്ല. അങ്ങനെ ഉടനെ തന്നെ അവളിപ്പോൾ അവരുടെ ദേഹത്തേക്ക് തീ അടിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഒരുപാട് തവണ പവർ ഉപയോഗിച്ചുകൊണ്ട് അവൾ വല്ലാണ്ട് തളർന്നിട്ടുണ്ട്. അവളിപ്പോൾ താഴേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ അവന്മാർ അവളെ പിടിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയത്താണ് ആ റെയിൻബേർഡ് വന്നിട്ട് അവന്മാരെ മുഴുവൻ വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെ അവന്മാരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തിയതിന് ശേഷം റെയിൻബേർഡ് ആ തോക്ക് താഴേക്കിട്ടു. എന്നിട്ട് അവളുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഈ സമയം ചാർലി ആണെങ്കിൽ അയാളെ കൊല്ലാനും ശ്രമിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അയാളുടെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ പുക വരാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അവിടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ അവൾ അവളുടെ രൂപം കാണുന്നത്. അതൊരു വല്ലാത്ത രൂപമായിരുന്നു. അവൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ആ മോൺസ്റ്റർ ആയിട്ട് അവൾ മാറിയിട്ടുണ്ട്. ആ ഒരു രൂപത്തിൽ അവളെ കണ്ടതുകൊണ്ട് അവളുടെ മനസ്സ് മാറി. അവളിപ്പം അയാളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ വേഗം തന്നെ അവൾ ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം അവളുടെ പുറകിലായിട്ട് ആ ബിൽഡിംഗ് ഇങ്ങനെ കത്തിപ്പിടിക്കുന്ന കാണാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൾ നേരെ ഒരു പുഴയുടെ തീരത്തേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടേക്ക് ഇരുന്നു. ഈ സമയത്താണ് ആ റെയിൻബേർഡ് അങ്ങോട്ട് വരുന്നത്. അവൾക്കിപ്പോൾ എങ്ങോട്ടും പോകാനില്ല എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളിപ്പോൾ അവളുടെ മുമ്പിലേക്ക് കൈ നീട്ടുകയാണ്. അതിനെ തുടർന്ന് അവൾ അയാളുടെ കൈ പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഉടനെ തന്നെ അയാൾ അവളെയും പൊക്കിയെടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു?
എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അയക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.